നമ്മൾ പറഞ്ഞിരുന്നു ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒന്ന് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് തുടങ്ങിയ ഫൈനൽ അക്കൗണ്ട് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ദെൻ ചില ടേമുകൾ നമുക്ക് മുൻ പരിചയമില്ലാത്ത അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത ചില ടേമുകളെ കുറിച്ച് കൂടി പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിൻ്റെ ചില അഡ്ജസ്റ്റ്മെൻറ്റൽ പ്രോബ്ലംസ് കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. ദെൻ അതുപോലത്തെ ഒരു ടേമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വരിസംഖ്യ എന്ന് പറയാം. സബ്സ്ക്രിപ്ഷൻ ഈസ് എ മെമ്പർഷിപ്പ് ഫീ പെയ്ഡ് ബൈ ദി മെമ്പർ ഓൺ ആനുവൽ ബേസിസ്. ഒരു വർഷത്തെ അടിസ്ഥാനമാക്കിയിട്ട് ഓരോ മെമ്പർമാരും നൽകേണ്ട വരിസംഖ്യയെ പറയുന്ന പേരാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതൊരു മെമ്പർഷിപ്പ് ഫീ ആണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് സച്ച് ഓർഗനൈസേഷൻ. നമുക്കറിയാം ഇത്തരം നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് ഈ വരിസംഖ്യകളാണ്. നമ്മളിപ്പം ഒരു ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ മെമ്പറാണ് എങ്കിൽ നമ്മൾ ആ ക്ലബിലേക്ക് നൽകുന്ന വരിസംഖ്യയാണ് അവരുടെ വരുമാനം അല്ലെങ്കിൽ ആ ക്ലബിൻ്റെ വരുമാനം എന്ന് പറയുന്നത്. Then subscription paid by the members is shown as receipt in the receipt and payment account as income and the income and expenditure account. അഥവാ സബ്സ്ക്രിപ്ഷൻ പെയ്ഡ് ബൈ ദി മെമ്പേഴ്സ് ഈസ് ഷോൺ ആസ് റെസിപ്റ്റ് ഇൻ റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യും, സബ്സ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇൻകം ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ റെസിപ്റ്റ് ആയിട്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഒരു ഇൻകം ആയിട്ടുമാണ് നമ്മൾ എഴുതി ചേർക്കാറുള്ളത്. ഇതാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പർമാർ, ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മെമ്പർമാർ നൽകേണ്ട വരിസംഖ്യയെ പറയുന്ന പേരാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഈ സബ്സ്ക്രിപ്ഷൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതിൻ്റെ ഒരു ചെറിയ ഫോമാറ്റാണ്. നോട്ടിലേക്ക് ഇത് എഴുതിയെടുക്കുക. സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പെർട്ടിക്കുലേഴ്സും എമൗണ്ടും എഴുതി ചേർക്കുന്നു. ദെൻ അതിനുശേഷം ഫസ്റ്റ് എഴുതേണ്ടത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ഈ വർഷം കിട്ടിയിരിക്കുന്ന മൊത്തം സബ്സ്ക്രിപ്ഷൻ നമ്മൾ ആദ്യം എഴുതുന്നു. ദെൻ ആഡ് ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ്. ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതും ആഡ് ചെയ്യുന്നു. ദെൻ ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുകയും ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസും ലെസ് ചെയ്യുകയും ചെയ്യുന്നു. ആ കിട്ടുന്ന എമൗണ്ടാണ് എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒന്ന് ചുരുക്കിയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയറിനോടൊപ്പം ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് കൂട്ടുകയും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബിഗിനിങ്ങും കൂട്ടുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയറിനോടൊപ്പം ഔട്ട്സ്റ്റാൻഡിങ് എൻഡും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബിഗിനിങ്ങും ആഡ് ചെയ്യുകയും ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്ങും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എൻഡും ലെസ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് വളരെ ചെറിയൊരു സ്റ്റെപ്പാണ്, അല്ലെങ്കിൽ വളരെ ചെറിയൊരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യേണ്ട ഇതാണ്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയറിനോടൊപ്പം ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് ആഡ് ചെയ്യുകയും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബിഗിനിങ്ങും ആഡ് ചെയ്യുകയും ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്ങും റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എൻഡും ലെസ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് ഇതിന് ബേസ് ചെയ്തിട്ട് നമുക്കൊരു സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഒരു ഫോർമാറ്റ് വരയ്ക്കുക, സാധാ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റാണ് വരയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റംസ് ഞാൻ പറയുന്നു. ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ബിഗിനിങ്, അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ എൻഡ്, ദെൻ അപ്പുറം ക്രെഡിറ്റ് സൈഡിലേക്ക് എഴുതേണ്ടത് അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ബിഗിനിങ്, ബാങ്ക് അഥവാ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്, ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എൻഡ്. ടോട്ടൽ ചെയ്ത് കിട്ടുന്ന ബാലൻസ് ആണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ബാലൻസ് ഫിഗറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റേറ്റ്മെൻറ്റിനെ നേരെ അക്കൗണ്ടാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അഥവാ അഡ്വാൻസ് ബിഗിനിങ്ങും ഈ വർഷത്തെ റിസീവും ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എൻഡും ക്രെഡിറ്റ് സൈഡിലേക്കും ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്ങും അഡ്വാൻസ് എൻഡും ഡെബിറ്റ് സൈഡിലേക്കും എഴുതി ടോട്ടൽ ചെയ്ത് കിട്ടുന്ന ബാലൻസ് എന്തായിരിക്കും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിലേക്ക് എഴുതേണ്ട തുകയായിരിക്കും. ഇനി ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, receipt and payment account of Maitri Sports Club showed that 68,500 were received by way of subscription for the year ended on 31st March. മാർച്ച് 31
മൈത്രി ക്ലബിന് കിട്ടിയിരിക്കുന്ന വരിസംഖ്യ എന്ന് പറയുന്നത് 68,500 ആണ്, 68,500 രൂപയാണ്. ദെൻ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31 മാർച്ച് 2016 6,500. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 4,100. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31 മാർച്ച് 2017 5,400. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ മാർച്ച് 31 2017 2,500. ഇങ്ങനെയാണ് നമുക്കൊരു ഇൻഫർമേഷൻ തന്നിരിക്കുന്നത്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എഴുതാവുന്നതാണ്. അഥവാ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ നമുക്കറിയാം 68,500 രൂപ, 68,500 ആണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ ഉള്ളത്. ദെൻ ഇനി നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് ഏതാണ്, ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ് ഏതാണ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എൻഡ് എന്താണ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബിഗിനിങ് ഏതാണെന്ന് നോക്കിയാൽ മതി. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ നോക്കാം, ഔട്ട്സ്റ്റാൻഡിങ് 2016 ഉണ്ട്, 2017 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് എന്ന് പറയുന്നത് 2017 ഔട്ട്സ്റ്റാൻഡിങ് ആണ്. ദാറ്റ് ഈസ് 5,400 രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് ഉള്ളത്. ഇനി നോക്കേണ്ടത് അഡ്വാൻസ് ബിഗിനിങ് ആണ്. അഡ്വാൻസ് 2 ഉണ്ട്. അഡ്വാൻസ് 2016 തന്നിട്ടുണ്ട്, 2017 തന്നിട്ടുണ്ട്. അപ്പോൾ 2016 അഡ്വാൻസ് ആണ് എന്ത്, ബിഗിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ 2016 അഡ്വാൻസ് എന്ന് പറയുന്നത് 4,100 രൂപ, അതാണ് ബിഗിനിങ്. സോ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം, 68,500 രൂപയാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അതിനോടൊപ്പം ഔട്ട്സ്റ്റാൻഡിങ് എൻഡായ 5,400 ആഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ബിഗിനിങ് ആയ 4,100 ആഡ് ചെയ്യുന്നു. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ് ആയ 6,500 ദെൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എൻഡായ 2,500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട സബ്സ്ക്രിപ്ഷൻ. നമുക്ക് ചെയ്താൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 68,500 എന്നെഴുതുന്നു. അതിനുശേഷം ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് അഥവാ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 5,400 ആഡ് ചെയ്യുന്നു. ദെൻ ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 4,100 നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് 6,500 നമ്മൾ മൈനസ് ചെയ്യുകയും ക്ലോസിംഗ് അഡ്വാൻസ് 2,500 നമ്മൾ മൈനസ് ചെയ്യുന്നു. കിട്ടുന്ന ഉത്തരം 69,000 എന്ന് കിട്ടും. അതാണ് എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ദെൻ നമുക്ക് സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മളൊരു അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും ആൻസർ. അഥവാ നമ്മൾ ആദ്യം അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ബിഗിനിങ് ക്രെഡിറ്റ് സൈഡാണ് ഞാൻ ആദ്യം ഫില്ല് ചെയ്യുന്നത്. അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ ബിഗിനിങ് 4,100 എഴുതുന്നു. ബാങ്ക് അത് മീൻസ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 68,500 എഴുതുന്നു. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ എൻഡ് 5,400 എഴുതുന്നു. ദെൻ ഡെബിറ്റ് സൈഡിലേക്ക് ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ ബിഗിനിങ് 6,500 എഴുതുന്നു. ദെൻ അഡ്വാൻസ് സബ്സ്ക്രിപ്ഷൻ എൻഡ് 2,500 എന്ന് എഴുതുന്നു. ദെൻ നമ്മൾ അക്കൗണ്ടിനെ ടോട്ടൽ ചെയ്യുമ്പോൾ 78,000 എന്ന് കിട്ടും. ഈ 78,000 നിന്നും മുകളിൽ പറഞ്ഞിരിക്കുന്ന ഡെബിറ്റ് സൈഡിലുള്ള 6,500 2,500 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് സൈഡിൽ ബാലൻസ് 69,000 എന്ന് കിട്ടും. ഈ 69,000 നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട ബാലൻസ് തുക. അപ്പോൾ ഇത് നമുക്ക് ഒരു അക്കൗണ്ട് വരച്ചിട്ടാവാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. രണ്ടായാലും ഒരേ മെത്തേഡ് തന്നെയാണ്, ദെൻ ഒരേപോലെ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി ഇതിൽ ഒരു 1-2 ക്വസ്റ്റ്യനുകൾ ഞാൻ ഹോംവർക്കായിട്ട് തരുന്നു. നിങ്ങൾ കൃത്യമായിട്ടത് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു തരാം. ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ സപ്ലൈഡ് ബൈ റെയിൻബോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഫൈൻഡ് ഔട്ട് ദ എമൗണ്ട് ക്രെഡിറ്റഡ് ഇൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. റെയിൻബോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ കുറച്ച് ഐറ്റംസ് ക്വസ്റ്റ്യനുകൾ തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടെത്തി കൊടുക്കാനാണ് പറയുന്നത്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2009 60,000. 2009 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 60,000 ആണ്. ദെൻ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31/12/2008 അഥവാ 2008 ഔട്ട്സ്റ്റാൻഡിങ് 4,000 രൂപ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/12/2008 4,500. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31/12/2009 3,000. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/12/2009 2,500. എല്ലാ വിവരങ്ങളും തന്നിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുക.
ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി, ഒരു ഹോംവർക്ക് കൂടി, 2 ഹോംവർക്കുകളാണ് ഞാൻ ഇതിനകത്ത് നിന്ന് തരുന്നത്. നോക്കാം. From the following information, find out the amount of subscription to be credited to income and expenditure account for the year ended 31st December 2010. ഡിസംബർ 31 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കേണ്ട സബ്സ്ക്രിപ്ഷൻ എത്രയാണ് എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെത്തുക. ചോദ്യം ഇതാണ്. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ 2010 12,000, 2010 12,000 രൂപ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31st December 2010 1500. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31st December 2009 1200. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31/12/2010 1800. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 1/1/2010 750. ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ക്രെഡിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്ന് കണക്കാക്കുക. ഈ സബ്സ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട മറ്റൊന്നാണ് എക്സ്പെൻസുകൾ. അഥവാ സാലറി ആവട്ടെ, റെൻ്റ് ആവട്ടെ തുടങ്ങിയ എക്സ്പെൻസുകളിൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേഷൻ വരുത്തുക എന്നുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ്റെ അതേ ഫോം തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യാറുള്ളത്. എക്സ്പെൻസ് ആകുന്നത് കൊണ്ട് തന്നെ അതിൽ റിസീവ്ഡിന് പകരം പെയ്ഡ് ആയിരിക്കും. ഇത്രേ വ്യത്യാസമുള്ളൂ. നമ്മൾക്ക് അതിൻ്റെ ഒരു ഫോമാറ്റ് ഇങ്ങനെയാണ് പറയുന്നത്. അഥവാ എമൗണ്ട് ഓഫ് എക്സ്പെൻസ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെർട്ടിക്കുലറും ഒരു എമൗണ്ട് കോളും പ്രൊവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ ആദ്യം എഴുതുന്നു. ആ വർഷം കൊടുത്ത എക്സ്പെൻസുകൾ എഴുതുന്നു. അത് ഏത് എക്സ്പെൻസ് ആണോ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് അതിനനുസരിച്ച് മാറ്റണം. ഇപ്പോൾ സാലറി ആണെങ്കിൽ സാലറി, റെൻ്റ് ആണെങ്കിൽ റെൻ്റ്, ഏത് എക്സ്പെൻസ് ആണോ പറയുന്നത് അതാണ് എഴുതേണ്ടത്. എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എഴുതുന്നു. താഴെ ആഡ് ക്ലോസിംഗ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ്, അഥവാ എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് നമ്മൾ ആഡ് ചെയ്യുന്നു. ദെൻ ഓപ്പണിംഗ് എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, ദാറ്റ് ഈസ് പ്രീപെയ്ഡ്. ദെൻ ഓപ്പണിംഗ് എക്സ്പെൻസ് പ്രീപെയ്ഡ് അറ്റ് ബിഗിനിങ് ഉണ്ട് എങ്കിൽ അതും ആഡ് ചെയ്യുന്നു. ദെൻ ഓപ്പണിംഗ് എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുകയും ക്ലോസിംഗ് എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസും ലെസ് ചെയ്യുന്നു. കിട്ടുന്ന ഉത്തരമാണ് എമൗണ്ട് ഓഫ് എക്സ്പെൻസ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പം എക്സ്പെൻസ് എത്രയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യേണ്ടതെന്ന് കാണാനും ഇതുപോലെ തന്നെയാണ്. ആദ്യം എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിങ് ദ ഇയറിനോടൊപ്പം ദെൻ ഔട്ട്സ്റ്റാൻഡിങ് എൻഡും ദെൻ പ്രീപെയ്ഡ് ബിഗിനിങ്ങും ആഡ് ചെയ്യുകയും ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്ങും പ്രീപെയ്ഡ് എൻഡ് ലെസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എക്സ്പെൻസ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രം ദി ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് അറൈവ് അറ്റ് ദ എമൗണ്ട് ഓഫ് സാലറി ടു ബി ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2012. 2012 മാർച്ച് 31 എത്ര സാലറി ഡെബിറ്റ് ചെയ്യണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട സാലറി എത്രയാണ് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മോട് പറയുന്നത്. നമുക്ക് നോക്കാം. സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ 36,000. ആ വർഷത്തെ സാലറി ടോട്ടൽ പറയുന്നത് 36,000, 36,000 ദെൻ സാലറി അൺപെയ്ഡ് 31/12/2012 5,500. സാലറി അൺപെയ്ഡ് 5,500. സാലറി അൺപെയ്ഡ് 1/1/2012 8,300. 8,300 രൂപയാണ് 1/1/2012 സാലറി അൺപെയ്ഡ്. ദെൻ സാലറി പ്രീപെയ്ഡ് 1/1/2012 4,500 രൂപ. സാലറി പ്രീപെയ്ഡ് 31/12/2012 6,200 രൂപ. വളരെ സിമ്പിളാണ്. നമുക്കറിയാം, ആദ്യം നമ്മൾ സാലറി പെയ്ഡ് ഡ്യൂറിങ് ദ ഇയർ എഴുതുന്നു. ദെൻ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് എൻഡും പ്രീപെയ്ഡ് എൻഡ്, ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ് പ്രീപെയ്ഡ് ബിഗിനിങ്, ഇതിനെ പറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ആദ്യം വേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് ആഡ് ചെയ്യുകയും പ്രീപെയ്ഡ് ബിഗിനിങ്ങും ആഡ് ചെയ്യണം. ഔട്ട്സ്റ്റാൻഡിങ് എൻഡും പ്രീപെയ്ഡ് ബിഗിനിങ്ങും ആഡ് ചെയ്യുകയും ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ്ങും പ്രീപെയ്ഡ് എൻഡും ലെസ് ചെയ്യുകയും വേണം. നമുക്കിവിടെ അറിയാം ഔട്ട്സ്റ്റാൻഡിങ് ദാറ്റ് ഈസ് അൺപെയ്ഡ് 2012 ഡിസംബറിലേതുണ്ട്, 2012 ജനുവരിയിലേതുണ്ട്. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് എന്ന് പറയുന്നത് 2012 ഡിസംബറിലേതാണ്. ദാറ്റ് ഈസ് 5,500 രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ് എൻഡ് ഉള്ളത്. ദെൻ അഡ്വാൻസ് ബിഗിനിങ്, അഡ്വാൻസ് 1/1/2012 31/12/2012 ഉണ്ട്. അപ്പം അഡ്വാൻസ് ബിഗിനിങ് എന്ന് പറയുന്നത് 1/1/2012 4,500. അപ്പോൾ 36,000-നോടൊപ്പം 5,500-ഉം 4,500-ഉമാണ് ആഡ് ചെയ്യേണ്ടത്. ലെസ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ലെസ് ചെയ്യേണ്ടത് അൺപെയ്ഡ് ബിഗിനിങ് ആയ 8,300-ഉം ദെൻ പ്രീപെയ്ഡ് എൻഡായ 6,200-ഉമാണ് ലെസ് ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെ ചെയ്തു എന്ന് നോക്കാം.
എമൗണ്ട് ഓഫ് എക്സ്പെൻസ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 36,000. അതായത് സാലറി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 36,000 രൂപ. ദെൻ ക്ലോസിംഗ് സാലറി ഔട്ട്സ്റ്റാൻഡിങ്, എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് 5,500 രൂപ. ദെൻ ഓപ്പണിംഗ് സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് 4,500 രൂപ. ദെൻ ഓപ്പണിംഗ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് 8,300. ക്ലോസിംഗ് സാലറി പെയ്ഡ് ഇൻ അഡ്വാൻസ് 6,200 നമ്മൾ മൈനസ് ചെയ്യുന്നു. കിട്ടുന്ന ഉത്തരം 31,500 എന്ന് കിട്ടും. ഇതാണ് എമൗണ്ട് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പം എക്സ്പെൻസിൻ്റെ കേസിൽ എത്ര കാൽക്കുലേറ്റ് ചെയ്യാം, സബ്സ്ക്രിപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യേണ്ടതാണ് എക്സ്പെൻസിൻ്റെ കേസിലും. ദെൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള 2 ക്വസ്റ്റ്യനുകളുണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സൺട്രി എക്സ്പെൻസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 1,280. സൺട്രി എക്സ്പെൻസ് 1,280 രൂപയാണ്. ദെൻ സൺട്രി എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ബിഗിനിങ് 2011 240. സൺട്രി എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ബിഗിനിങ് 2011 300. സൺട്രി എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ് ഓഫ് 2011 600. സൺട്രി എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അറ്റ് ദ എൻഡ് ഓഫ് 2011 250. What amount on account of sundry expense will be shown in income and expenditure account for the year 2011? 2011 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എത്ര എമൗണ്ട് ഓഫ് സൺട്രി എക്സ്പെൻസ് എഴുതി കാണിക്കണം എന്നാണ് ചോദ്യം. ആൻസർ ചെയ്ത് നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. റെൻറ്റ് ആക്ച്വലി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ എമൗണ്ട് ടു ₹1,500. ആക്ച്വലി പെയ്ഡ് ചെയ്ത റെൻറ്റ് 1,500 രൂപയാണ്. ഫോളോയിങ് ഫർദർ ഇൻഫർമേഷൻ ആൾസോ ബീയിങ് ടേക്കിൻ ടു അക്കൗണ്ട്. പ്രീപെയ്ഡ് റെൻറ്റ് ഫോർ ദി ഇയർ 2004 1,500. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ഫോർ ദി ഇയർ 2004 1,800. ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് ഡ്യൂറിംഗ് ദ ഇയർ 2005 200. പ്രീപെയ്ഡ് റെൻറ്റ് ഡ്യൂറിംഗ് ദ ഇയർ 2005 1,600. കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് റെൻറ്റ് ഡെബിറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. അപ്പം ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ 4 ഹോംവർക്കുകളും ചെയ്യുക. ഓക്കെ.